ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ പരീക്ഷയിൽ സ്പീക്കിങ്ങിലെ അവസാനത്തെ ടാസ്ക് ആയിട്ട് അവർ വരുന്നത് ഒരു 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ കാണും. ബേസിക്കലി അവർ ഒരു ചോദ്യം ചോദിക്കും, ഇന്നത് സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ, അതിന് കൊച്ചു കൊച്ചു ഉത്തരങ്ങൾ കൊടുക്കണം. ആസ് പെർ മാർക്കിംഗ് ക്രൈറ്റീരിയ 0 മുതൽ 2 മാർക്ക്, മാക്സിമം ഇറ്റ് ക്യാൻ ഗീവ് ഇസ് 2 മാർക്സ് ടു യുവർ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. സോ ഇറ്റ്സ് ബേസിക്കലി കൺസിഡേർഡ് നോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ടൈപ്പ്. പക്ഷെ നിങ്ങൾ പരീക്ഷയിൽ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടന്റ് ആണ് കൊടുക്കുന്നത്, അത് ചെയ്യാനുള്ളൊരു രീതിയുണ്ട്. അത് അല്ലാതെ വേറെ വല്ല പരിപാടിയും കാണിച്ചു വെച്ചാൽ അത് നിങ്ങളെ മാർക്കിനെ നെഗറ്റീവ്ലി ബാധിക്കാം. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഷോർട്ട് വീഡിയോ, ബട്ട് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിലും. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഓൺലൈൻ ക്ലാസ്സിനുള്ള എൻക്വയറി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നടത്തിയാൽ മതി. അപ്പൊ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഒരു വേർഡ്സിലോ ഒരു ഫ്യൂ വേർഡ്സിലോ പറയാം. ഒരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻസിൽ റോങ് ഡേറ്റ കൊടുക്കരുത്. ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. ചിലവരൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോകും ഒരു സാധനം, ആൻഡ് ഐ എം ഹാപ്പി, ഐ എം വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിട്ട് എല്ലാ ചോദ്യത്തിനും അത് തന്നെ ഉത്തരം പറയും. ദാറ്റ് ഈസ് ബേസിക്കലി ഗിവിംഗ് റോങ് ഡേറ്റ. ഇത് ചെയ്താൽ പ്രത്യേകിച്ച് നിങ്ങളെ ലിസണിംഗ് മാർക്ക് പോകാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. ബേസിക്കലി റോങ് ഡേറ്റ കൊടുക്കരുത്. ഇറിലവന്റ് ആയിട്ടുള്ള കാര്യം പറയരുത്. ചക്കനെ പറ്റി ചോദിച്ചാൽ മാങ്ങ എന്ന് പറഞ്ഞു വയ്ക്കരുത്. അവർ ചോദിക്കുന്നത് മിക്ക ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമായി, പക്ഷെ ചില ഉത്തരങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് വരത്തില്ല. അതിന് പ്രിപ്പറേഷൻ ടൈം ഒന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ 0 to 2 സെക്കൻഡ്സിലൂടെ നമ്മൾ സംസാരിച്ച് തുടങ്ങണം. ഓക്കെ, അവിടെ റെക്കോർഡിംഗ് എഴുതി കാണിക്കും. അപ്പൊ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു കളയരുത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. PT ചോദിക്കുകയാണ് 52 രൂപയുള്ള കരിമീൻ ഇപ്പൊ 82 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെയാ ജീവിക്കുക? അപ്പൊ നിങ്ങൾ ഉത്തരവായിട്ട് പക്ഷെ കൊടിമാറ്റം നല്ലതായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നല്ലതായത് തിരുവമ്പാടിയിലാണെന്നൊന്നും പറഞ്ഞു കളയരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മല്ലയ്യ ചോദ്യം ചോദിക്കുമ്പോൾ സേ സംതിങ് റിലവന്റ്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഉത്തരം പറയാ. 1 വേർഡ് ഓർ എ ഫ്യൂ വേർഡ്സിൽ ഉത്തരം പറഞ്ഞു തീർക്കുക. നെക്സ്റ്റ് അമർത്തുക. ഉടനെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. അങ്ങനെ 5-6 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നേരെ റൈറ്റിംഗിലോട്ട് പോവുക. അല്ലെങ്കിൽ അവർ പറയണ സംഭവത്തിന്റെ ഉത്തരം അറിഞ്ഞുകൂടാ, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ലെങ്കിൽ കീവേഡ്സ് റിപ്പീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സ് റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സേ സംതിങ് റിലവന്റ്. ഓക്കെ, നിങ്ങൾക്ക് സ്കിൻ ഇൻഫെക്ഷനുമായിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ഏത് ഡോക്ടറിനെ കാണും? അപ്പം ഒറിജിനൽ ഉത്തരം ഡെർമറ്റോളജിസ്റ്റ് ആണ്, കറക്റ്റ് ഉത്തരം ഡെർമറ്റോളജിസ്റ്റ് ആണ്. പക്ഷെ ആ സാധനം നിങ്ങളെ മനസ്സിൽ വന്നില്ല എന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഡോക്ടർ സ്കിൻ ഹോസ്പിറ്റൽ എന്ന് പറയണം. അല്ലാണ്ട് ഡോക്ടർ സ്കിൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞോളായിരുന്നു. ഡോക്ടർ സ്കിൻ ഹോസ്പിറ്റൽ എന്ന് പറയണം. അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ സ്കിൻ ഹോസ്പിറ്റൽ എന്നും എല്ലാം പറയണം. സോ ബേസിക്കലി ആ ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇഫ് യു ഡോണ്ട് നോ ദ ആൻസർ. നിങ്ങൾ റോഡിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഏത് വണ്ടീനെ വിളിക്കും? ദ ഉത്തരം മീൻസ് ആംബുലൻസ്. ആംബുലൻസ് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നില്ലെങ്കിൽ ഉടനെ പറയണം റോഡ് ആക്സിഡന്റ്, ഹൂ ടു കോൾ എന്നെല്ലാം പറഞ്ഞാൽ മതി. സോ സേ സംതിങ് റിലവന്റ്. അല്ലാണ്ട് മറ്റോ ലോങ് പാസേജ് ഒന്നും കൊടുക്കണ്ട. എന്തെങ്കിലും 1-2 വേർഡ്സിൽ പറഞ്ഞു നിർത്തുക. ഇങ്ങനെയാണ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യേണ്ടത്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഏത് ഡോക്ടറിനെ കൊണ്ട് കാണിക്കും? ഉത്തരം കാർഡിയോളജിസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നില്ലെങ്കിൽ ഹാർട്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യേണ്ടത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് പ്രാക്ടീസ് പോലും ചെയ്യാൻ ആവശ്യമില്ലാത്ത സാധനമാണ്. ഒന്ന് തുടക്കത്തിൽ എന്താണെന്ന് അറിയാൻ ഒന്ന് നോക്കിക്കോ കുറച്ച്. അതിനുശേഷം പിന്നെ പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് ഒരിക്കൽ കൂടെ ഒത്തുപൂരമേ നോക്കാമല്ലോ അതിനുവേണ്ടി. അല്ലാണ്ട് പ്രാക്ടീസേ ചെയ്യരുത്. കുറച്ചൊരു കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. ആൻഡ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത് സ്മാർട്ടായിട്ട് ഡീൽ ചെയ്താൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സോ ഇതായിരുന്നു വീഡിയോ. വളരെയധികം എഫേർട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് കണ്ടന്റുമായിട്ട് 2 ദിവസത്തിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. വി ആർ ഇൻ ദിസ് ടുഗദർ.